ഇവര് മുജാഹിദുകളെയും കാഫിറാക്കിയിട്ടില്ലേ? സ്വന്തം മണികളെ മാത്രമല്ല, ഇവര് ആരെയും കാഫിറാക്കാത്ത ആൾക്കാരാണ് അവർ പറയാറ്. ഒരു മുസ്ലിമിനെയും കാഫിറാക്കാൻ പാടില്ല, അത് ഇസ്ലാമിന്റെ തത്വമാണ്. ഒരു മുസ്ലിമിനെയും കാഫിറാക്കാൻ പാടില്ല, അത് ഇസ്ലാമിന്റെ തത്വമാണ്. വാസ്തവത്തിൽ നിങ്ങൾ നോക്കൂ, ഇവര് മുജാഹിദുകളെ കാഫിറാക്കിയത് കേൾക്കണോ? ഓൾ ഇന്ത്യ സുന്നി ജംഇയ്യത്തുൽ ഉലമ, ഓൾ ഇന്ത്യ സുന്നി ജംഇയ്യത്തുൽ ഉലമ ആരെയൊക്കെയാ കാഫിറാക്കിയതെന്ന് കേട്ടോളൂ. മുജാഹിദ് ജമാഅത്തുകാരും അവരുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ വടക്കേ ഇന്ത്യയിൽ സ്ഥാപിച്ചു പ്രചരിപ്പിച്ചു വരുന്ന തബ്ലീഗ് ജമാഅത്തുകാരുമെല്ലാം കാഫിറിന്റെ ലിസ്റ്റിലായി പല പണ്ഡിതന്മാരും വിശിഷ്യ വടക്കേ ഇന്ത്യയിലെ ഓൾ ഇന്ത്യ സുന്നി ജംഇയ്യത്തുൽ ഉലമയെ പോലുള്ള സംഘടനകളും പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. കണ്ടോ? അപ്പൊ മുജാഹിദ് കാഫിറിന്റെ ലിസ്റ്റിലാണ്. ആരാ കാഫിറാക്കിയത്? നിങ്ങളുടെ പത്രത്തിലാണ്, നിങ്ങളുടെ റിസാലയിലാണ് വന്നത്. കാഫിറാക്കിയിട്ടില്ലാന്നോ? ഇനി മുജാഹിദിനെ കുറിച്ച് ഇവരുടെ വലിയൊരു ഔലിയ എഴുതിയതെന്താ? മുജാഹിദിനെ കുറിച്ച് ഇവരുടെ ഒരു വലിയ എന്ന് പറയുന്ന മഹാപണ്ഡിതൻ എന്ന് പറയുന്ന ആളെ എഴുതിയത് കേട്ടോളൂ. വഹാബികളും മൗദൂദികളും, നിങ്ങൾ കേട്ടോ, വഹാബികളും മൗദൂദികളും ഖാദിയാന്മാരും അറുത്ത സാധനങ്ങളൊന്നും നാം തിന്നാൻ പാടില്ലാത്തതാണ്. എങ്ങനെ? വഹാബികളും മൗദൂദികളും ഖാദിയാനികളും അറുത്ത സാധനങ്ങളൊന്നും നാം തിന്നാൻ പാടില്ലാത്തതാണ്. കോട്ടിക്കുളം ഖാദിരി എഴുതാണ്, കോട്ടിക്കുളം ഖാദിരിയാണ് എഴുതുന്നത്. എന്ത്? തിന്നാൻ പാടില്ല. ഇനിയും കേട്ടോ, മാത്രമല്ല അതുപോലെ അവർക്ക് സലാം ചൊല്ലുവാനോ മടക്കുവാനോ പാടില്ല. ഇനിയും കേട്ടോ, നിങ്ങൾ പറഞ്ഞില്ലേ ഞങ്ങൾ അവരെയും കാഫിറാക്കാറില്ല, ഞങ്ങൾ ആരെയും അത് ചെയ്യുന്നില്ല ഇത് ചെയ്യുന്നില്ല എന്നൊക്കെ നിങ്ങൾ പറഞ്ഞില്ലേ? ആ കാര്യത്തെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ കൃത്യമായി നിങ്ങൾ മറുപടി പറയേണ്ടതുണ്ട്. എന്താണ് ഇനി പറയാൻ പോകുന്ന വാചകം കേട്ടോ? വഹാബികളും മൗദൂദികളും അസ്ലിയായ കാഫിറുകളെക്കാൾ കടുത്ത കാഫിറുകളല്ലേ എന്ന് മുസ്ലിമീങ്ങൾ ചിന്തിച്ചു നോക്കൂ. എന്താണ് ചിന്തിക്കേണ്ടത്? വഹാബികളും മൗദൂദികളും അസ്ലിയായ കാഫിറുകളെക്കാൾ കടുത്ത കാഫിറുകളല്ലേ എന്ന് മുസ്ലിമീങ്ങൾ ചിന്തിച്ചു നോക്കൂ എന്ന്. അതാ ആരാണ് എഴുതുന്നത്? കോട്ടിക്കുളം ഖാദിരിയാണ് എഴുതുന്നത്. ആരാ കോട്ടിക്കുളം ഖാദിരി? നിങ്ങളുടെ ആരുമല്ലാത്തയാളാണോ? ഏതോ രാഷ്ട്രീയക്കാരനാണോ? പറഞ്ഞു തരാം. കോട്ടിക്കുളം ഖാദിരിയുടെ മദ്ഹ് നിങ്ങൾ എഴുതിയത് കേൾക്കണ്ടേ? കോട്ടിക്കുളം ഖാദിരി പണ്ഡിത ലോകത്തെ വിസ്മയം. നിങ്ങൾ റിസാലയിൽ കൊടുത്ത മദ്ഹാണ്. മൂപ്പരൊരു മൗലൂദ് തന്നെ നിങ്ങൾ കൊടുത്തിട്ടുണ്ട്. എന്താ അതിൽ നിങ്ങൾ പറയുന്നത്? കോട്ടിക്കുളം അബ്ദുൽ അസീസ് ഖാദിരി കേരളത്തിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന പണ്ഡിതരിൽ എന്നും ഒരു വിസ്മയമായി നിലകൊള്ളുന്ന അത്ഭുത വ്യക്തിത്വം എന്നും പറഞ്ഞ് നിങ്ങൾ മദ്ഹ് പറഞ്ഞ, നിങ്ങൾ വലിയായി ചിത്രീകരിക്കുന്ന മഹാപണ്ഡിതനായി ചിത്രീകരിക്കുന്ന ആ കോട്ടിക്കുളം ഖാദിരിയാണ് പറയുന്നത് എന്ത്? വഹാബികൾ അസ്ലി കാഫിറുകളെക്കാൾ കടുത്ത കാഫിറാണ്. ഇവിടെ ആരൊക്കെയാണ് അസ്ലിയായ കാഫിറുകൾ? ആരൊക്കെയാണ് അത്തരത്തിലുള്ള അവിശ്വാസികൾ? എല്ലാവർക്കും അറിയില്ലേ? അവരെക്കാൾ കടുത്ത കാഫിറല്ലേ എന്ന് നിങ്ങളാണ് എഴുതിവിട്ടത്. നിങ്ങളുടെ മഹാപണ്ഡിതനെന്ന് നിങ്ങളുടെ തന്നെ മാസികയിൽ, നിങ്ങളുടെ തന്നെ പത്രത്തിൽ നിങ്ങൾ കൃത്യമായി തന്നെ എഴുതിവിട്ടയാളാണ്. ആരെപ്പറ്റി? കോട്ടിക്കുളം ഖാദിരിയെ പറ്റി. അതുകൊണ്ട് തീർന്നോ? ഇനിയതാ തൗഹീദ് ഒരു സമഗ്ര പഠനം എന്ന പുസ്തകത്തിൽ നിന്ന് തൗഹീദും ശിർക്കും എന്ന പുസ്തകത്തിൽ നിന്ന് വായിക്കട്ടെ. കേട്ടോളൂ, കൃത്യമായി ശ്രദ്ധിച്ചോളൂ. ചുരുക്കത്തിൽ കഴിവ് അള്ളാഹുവിൻ്റെതും മനുഷ്യൻ്റെതുമെന്ന് രണ്ടായി വിഭജിച്ച് അള്ളാഹുവിൻ്റെ ഗുണമാകുന്ന ഖുദ്റത്തിൽ ഇവർ മായം ചേർത്തിരിക്കുന്നു. അതിനാൽ ഒറിജിനൽ മുശ്രിക്കുകൾ ഇവരാണ്. കണ്ടോ? ഒറിജിനൽ മുശ്രിക്കുകളാണ് എന്നാ പറയുന്നത്. ഒരു സംശയവും ഇല്ലാത്തവണ്ണം ഒറിജിനൽ മുശ്രിക്കുകളാണെന്നാണ് പറയുന്നത്. നിങ്ങൾ ഇവിടെ വന്ന് പറയാറില്ലേ ഞങ്ങൾ ആരെയും കാഫിറാക്കാറില്ല, ഞങ്ങൾക്ക് ആ പണിയില്ല എന്ന് നിങ്ങൾ പറഞ്ഞിട്ടില്ലേ? മറിച്ച് മുജാഹിദുകളാണ് എല്ലാവരെയും കാഫിറാക്കുകയാണ്, എല്ലാവരെയും അടച്ചാക്ഷേപിക്കുകയാണ്. നിങ്ങളെന്താ പറഞ്ഞത്? നിങ്ങൾക്കറിയോ? നിങ്ങളെന്താ എഴുതിവിട്ടുകൊണ്ടിരിക്കുന്നത്? അസ്ലി കാഫിറിനേക്കാൾ കടുത്ത കാഫിറല്ലേ എന്ന്. അതുപോലെ തന്നെ ഇവരാണ് ഒറിജിനൽ
മുശ്രിക്കുകൾ ഒറിജിനൽ മുശ്രിക്കുകൾ എന്ന് എഴുതിയിട്ടില്ലേ? ഇനി അതുകൊണ്ട് തീർന്നോ? നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ഇനി പറയുന്നത് എന്താണ്? മുജാഹിദുകൾ ശാശ്വതമായി കാലാകാലം നരകത്തിലാണെന്ന് വിശ്വസിക്കാത്തവന്റെ വിശ്വാസം ശരിയാവൂല. നിങ്ങളെന്താ എഴുതിവിട്ടത്? ഈമാൻ ഒരാളുടെ പൂർണ്ണമാകണമെങ്കിൽ എന്ത് വേണം? ഞാൻ ആ വാചകം കേൾപ്പിച്ചു തരട്ടെ. ഈമാൻ എന്നാൽ ഇവിടെ ഞാൻ വായിച്ചു കേൾപ്പിച്ചു തരുന്നു. ഒരു സോവനീറിൽ നിന്നാണ് വായിക്കുന്നത്. സോവനീറിന്റെ പേരും പറഞ്ഞു തരാം. കുന്നുംപുറത്തുകാരി ഇറക്കിയിട്ടുള്ള കുന്നുംപുറം എന്ന് പറയുന്ന പ്രദേശത്തുകാരി ഇറക്കിയിട്ടുള്ള 2008 വാർഷിക പതിപ്പിൽ പറയാണ്. ശരിക്ക് ശ്രദ്ധിച്ചോളണം. എന്താ പറയുന്നറിയോ? ശരിക്കും ശ്രദ്ധിച്ചോളണം. ഗൗരവം എന്താ ഇവർക്ക് മുജാഹിദുകളെ കുറിച്ചുള്ള വിശ്വാസം എന്നാ പറയാൻ പോകുന്നത്. നിങ്ങൾ പറഞ്ഞില്ലേ ഞങ്ങൾ ആരും കാഫിറാക്കില്ല, ഞങ്ങൾ സാലിഹീങ്ങളായ മനുഷ്യന്മാരാണെന്ന് പറഞ്ഞില്ലേ? എന്താ ഇവരുടെ വിശ്വാസം കേട്ടോ. ഇവിടെ നാം വളരെ ഗൗരവപൂർവ്വം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഈമാൻ എന്നാൽ എന്താ? ഈമാൻ എന്നാ പറയാൻ പോകുന്നത്. ഈമാൻ എന്നാൽ അള്ളാഹുവിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊണ്ടുവന്ന എല്ലാ കാര്യങ്ങളെയും വിശ്വസിക്കലാകുന്നു. അതവിടെ ആദ്യം പറഞ്ഞു വെച്ചു, മനസ്സിൽ വേണം. എന്താ പറഞ്ഞത്? ഈമാൻ എന്നാൽ അള്ളാഹുവിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊണ്ടുവന്ന എല്ലാ കാര്യങ്ങളെയും വിശ്വസിക്കലാകുന്നു. ആ കൂട്ടത്തിൽപ്പെട്ടതാണ് പുത്തൻ പ്രസ്ഥാനക്കാർ മുഴുവനും നരകാവകാശികളാണെന്നത്. അപ്പൊ നബി പഠിപ്പിച്ച കാര്യങ്ങളിൽപ്പെട്ടതാണ് പുത്തൻ പ്രസ്ഥാനക്കാർ മുഴുവനും നരകത്തിലാണ്. അപ്പോൾ ജമമുജ തബ്ലീഗ് എല്ലാവരും പെടുകയാണ്. അപ്പോൾ ജമമുജ തബ്ലീഗ് കമ്പനികൾ മുഴുവനും നരകത്തിലാണെന്ന് വിശ്വസിക്കുന്നവനെ മുഅ്മിനാവുകയുള്ളൂ. എന്താ പറഞ്ഞത്? വാചകം പഠിച്ചു വെച്ചിട്ട് നാലാപുരത്തിൽ നിന്ന് പിരിഞ്ഞു പോകാവൂ. വാചകം പഠിച്ചു വെച്ചോ നിങ്ങൾ എഴുതിയത്. അപ്പോൾ ജമമുജ തബ്ലീഗ് കമ്പനികൾ അഥവാ ജമാഅത്തെ ഇസ്ലാമിക്കാരും മുജാഹിദുകളും തബ്ലീഗുകാരും ആ കമ്പനികൾ മുഴുവനും നരകത്തിലാണെന്ന് വിശ്വസിക്കുന്നവനെ മുഅ്മിനാവുകയുള്ളൂ. അപ്പൊ അത് വിശ്വസിക്കാത്തവനും കാഫിർ അല്ലേ? അപ്പൊ അത് വിശ്വസിക്കാത്ത ഒരാളുണ്ടെങ്കിലോ അവന്റെ ഈമാൻ ശരിയല്ല. ഏതെങ്കിലും ഒരു സമസ്തക്കാരൻ ഇങ്ങനെ വിശ്വസിച്ചില്ലാന്ന് വിചാരിക്കുക. എന്ത്? മുജാഹിദ് ജമാഅത്ത് മുജാഹിദുകൾ നരകത്തിലൊന്നല്ല, മുജാഹിദുകൾ നരകത്തിലാണെന്ന് ഒരു ആള് വിശ്വസിക്കുന്നില്ലെങ്കിൽ അയാളെ ഈമാനും ശരിയല്ല. മാത്രല്ല ഇനി അടുത്ത ചർച്ച എന്താണെന്നറിയോ? നരകത്തിലാണ് മാത്രല്ല ശാശ്വത നരകത്തിലാണ് വിശ്വസിക്കണം. നരകത്തിൽ ശാശ്വതാനും കൂടി വിശ്വസിക്കണം. കുറച്ചു കാലം ശിക്ഷ അനുഭവിച്ചിട്ട് മുജാഹിദുകളെ പുറത്തുകൊണ്ടിടുന്നു വിചാരിക്കണ്ട. കാലാകാലം നരകത്തിൽ ആരാ പോവുക? കാഫിർ. ഖുർആൻ പറഞ്ഞത് എന്താണ്? കാഫിറുകൾ കാലാകാലം നരകത്തിലാ. വേറെ ഈമാൻ അല്പമുള്ളവരൊക്കെ എന്തെങ്കിലും പാപങ്ങളൊക്കെ സംഭവിച്ചാൽ തന്നെ അള്ളാഹു അവന്റെ മഹദായ ഫദല് കൊണ്ട് പുറത്ത് തന്നാൽ, പുറത്തു കൊടുക്കപ്പെട്ടാൽ കുറച്ചു കാലം കഴിഞ്ഞാൽ രക്ഷ കിട്ടുമെന്ന് ഹദീസുകളിലുണ്ട്. അത് ഹദീസുകളിൽ ധാരാളം പറഞ്ഞിരുന്നു, ഞാൻ അങ്ങോട്ട് കിടക്കുന്നില്ല. ആ ഗണത്തിലും മുജാഹിദിനെ പെടുത്താൻ പറ്റൂല, അതിനും പെടുത്തിക്കൂടാ കേട്ടോ നിങ്ങൾ. എന്നാൽ അവർ മുഴുവനും നരകത്തിൽ ശാശ്വതരാണോ? അതല്ല, നരകത്തിൽ നിന്ന് ശിക്ഷ കഴിഞ്ഞ് സ്വർഗത്തിൽ പ്രവേശിക്കപ്പെടുമോ? ഒരു ചർച്ചയാണ്. എങ്കിൽ അവരും ദുർമാർഗിയായ സുന്നിയും തമ്മിൽ എന്താണ് വ്യത്യാസം? മനസ്സിലായോ? അപ്പൊ പിന്നെ പാപം ചെയ്ത സുന്നി നരകത്തിൽ കിടക്കേണ്ടി വരും. കുറച്ചു കാലം കഴിഞ്ഞാൽ രക്ഷട്ടുമല്ലോ. അപ്പൊ പിന്നെ പാപം ചെയ്ത സുന്നിനെ പോലെ എന്നെങ്കിലും പറയേണ്ടി വരില്ലേ? അതും പറയാൻ പാടില്ല. പിന്നെന്ത് വേണം? പണ്ഡിതന്മാര് പറയുന്നു, പുത്തൻ പ്രസ്ഥാനക്കാര് ഈമാനില്ലാതെ മരിക്കേണ്ടി വരും. അപ്പോൾ അവർ നരകത്തിൽ ശാശ്വതരാവും. കാരണം അവരുടെ ഭിന്നിപ്പ് വിശ്വാസത്തിൽ നിന്നും ഉത്ഭവിച്ചതാണ്. അപ്പൊ എന്താ ഇതിൽ പറഞ്ഞത്? ഈമാൻ പൂർണ്ണമാകണം എന്നുണ്ടെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്നതൊക്കെ വിശ്വസിക്കണം. നബി തങ്ങൾ കൊണ്ടുവന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി തന്നെയാണ് എന്ത്? മുജാഹിദുകൾ നരകത്തിലാണ്. അത് വിശ്വസിക്കാത്തവന്റെ ഈമാൻ ശരിയായ മോമിനും ആവൂല. നരകത്തിലാണെന്നും പറഞ്ഞാൽ പോരാ, ഒരു കാലത്തും രക്ഷപ്പെടും. സാധാരണ സമസ്തക്കാരൊക്കെ ഇനി എന്തെങ്കിലും ചെയ്താൽ തന്നെ കുറച്ച് കഴിഞ്ഞാൽ കയറും. മുജാഹിദ് അതും കയറൂല, ശാശ്വത നരകത്തിലാണ് എന്നും കൂടി വിശ്വസിക്കേണ്ടതുണ്ട് എന്നാണ് നിങ്ങൾ എഴുതി വിട്ടിട്ടുള്ളത്. നിഷേധിക്കാൻ കഴിയുമോ? നിങ്ങൾ അംഗീകരിക്കുന്ന പണ്ഡിതനാണ്, അംഗീകരിക്കുന്ന പണ്ഡിത തറവാട്ടിലെ ആ അംഗമാണ്. നിങ്ങളൊന്ന് നിഷേധിക്കൂ, അപ്പോൾ ബാക്കി കാര്യങ്ങൾ പ്രത്യേകമായി പിന്നെ പറയാം.